നെക്സ്റ്റ് ടോപ്പിക്കാണ് ആർക്ക് ബ്ലോ. ഓക്കെ, ആർക്ക് ബ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡി സി വെൽഡിങ്ങിൽ നടക്കുന്ന മാത്രം ഒരു ഫിനോമിനാണ് ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഇത് നമ്മുടെ ആർക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ ബെൻഡ് ചെയ്ത് പോകുന്ന ആ ഒരു ഫിനോമിനാണ് നമ്മൾ ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. അത് ഡി സി വെൽഡിങ്ങിൽ മാത്രമേ നമുക്കതവിടെ സംഭവിക്കാറുള്ളൂ. അപ്പോൾ നമുക്കറിയാം കറണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു കണ്ടക്ടറിന് ചുറ്റും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണോ നമ്മുടെ കറണ്ട് പാസ് ചെയ്യുന്നത് അതിൻ്റെ റൈറ്റ് ആംഗിൾ ഡയറക്ഷനിലായിരിക്കും ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഡി സി വെൽഡിങ്ങിലാണെങ്കിൽ അവിടെ നമുക്ക് ഈ കറണ്ട് എവിടെയൊക്കെ ഇലക്ട്രോഡിലൂടെയും വർക്ക് പീസിലൂടെയൊക്കെ നമുക്ക് ഇല്ലെങ്കിൽ ഗ്രൗണ്ട് ഗ്ലാംസിലൂടെയൊക്കെ നമുക്ക് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ സെറ്റപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ എല്ലാം ചുറ്റും എറൗണ്ട് ഒരു 90 ഡിഗ്രിയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ആ ഒരു ആർക്ക് നമ്മുടെ ഫോം ചെയ്യുന്ന ആർക്കിനെ ബെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രൈ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് മാഗ്നറ്റിക് ഫീൽഡ്സ് ടെൻഡ് ടു ബെൻഡ് ദി ആർക്ക് formed from the intended path and is called arc blow. ഓക്കെ, അപ്പോൾ നമുക്ക് ആർക്ക് ബ്ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ഈ ഒരു ഡി സി വെൽഡിങ്ങിൽ നമുക്കവിടെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആർക്ക് ബെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്ക് ബ്ലോ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫോർവേഡ് ബ്ലോയും രണ്ടാമത്തത് ബാക്ക്വേഡ് ബ്ലോയും. അതിൽ ഫോർവേഡ് ബ്ലോ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ഓഫ് ആർക്ക് മേ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോഡ് ട്രാവൽ. ഇലക്ട്രോഡ് ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ബെൻഡ് വരുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് ബ്ലോ എന്ന് പറയുന്നത്. അടുത്ത് ബാക്ക്വേഡ് ബ്ലോ. ഓക്കെ, ദ ഡിഫ്ലക്ഷൻ ഓഫ് ആർക്ക് മേ ബി ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോഡ് ട്രാവൽ. ഇലക്ട്രോഡ് ട്രാവലിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമുക്ക് ബ്ലോ വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ബാക്ക്വേഡ് ബ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ നമുക്ക് ഈ ആർക്ക് കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആർക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഈ നേരെ വരേണ്ട ഇൻറ്റൻഡഡ് സർവീസിലേക്ക് ചെയ്യേണ്ട ആ ഒരു ആർക്ക് നേരെ വളഞ്ഞ് ഇല്ലെങ്കിൽ ബെൻഡ് ചെയ്ത് പോകുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. അത് ഫോർവേഡ് ബ്ലോയുണ്ട് ബാക്ക്വേഡ് ബ്ലോയുണ്ട്. അടുത്ത് പൊളാരിറ്റി ഇൻ വെൽഡിങ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. പൊളാരിറ്റി ഇൻ വെൽഡിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരേണ്ടത് എ സി വെൽഡിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഈ പൊളാരിറ്റി നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് എ സി വെൽഡിങ് മെഷീൻ്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് നമ്മുടെ ഇലക്ട്രോഡ് ഹോൾഡറിൻ്റെയോ അല്ലെങ്കിൽ വർക്ക് പീസിലോ എവിടെ വേണേലും എങ്ങനെ വേണേലും കണക്ട് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ നോക്കേണ്ട ഒരാവശ്യമില്ല. Okay, that is with the use of AC, the heat generated at each pole is same. ഏത് പോളാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എ സിയുടെ കേസാണെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതെല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പൊളാരിറ്റിയുടെ ചേഞ്ചസ് നമുക്ക് ഇവിടെ ഒരു എ സി വെൽഡിങ് മെഷീൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ഈ പൊളാരിറ്റിയുടെ കേസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എ സി മെഷീൻ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കവിടെ ഡി സി മെഷീൻ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കവിടെ പൊളാരിറ്റിയുടെ കേസ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പൊളാരിറ്റി ഇൻ ഡി സി എന്ന് പറയാൻ കാരണം എന്താണ്? നമുക്ക് പോസിറ്റീവ് ടെർമിനലാണ്. ഇപ്പോൾ ഒരു ഡി സി വെൽഡിങ് മെഷീൻ്റെ പോസിറ്റീവ് ടെർമിനലിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതവിടെ കൃത്യമായിട്ട് പറയുന്നത് 66.66% ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ഈസ് അറ്റ് പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, ഇനി ബാലൻസ് വരുന്ന 33% ആണ് നമുക്ക് എവിടെ ഉണ്ടാവുക? നമ്മുടെ നെഗറ്റീവ് ടെർമിനലിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഡി സി വെൽഡിങ് മെഷീൻ്റെ കേസിൽ നമുക്ക് ഈ പൊളാരിറ്റി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് ഡി സിയുടെ കേസിൽ മാത്രമേ നമുക്കവിടെ പൊളാരിറ്റിയുടെ കാര്യം നോക്കേണ്ടതുള്ളൂ. എ സി വെൽഡിങ് മെഷീൻ ആണെങ്കിൽ അവിടെ പൊളാരിറ്റിയുടെ കേസേ വരുന്നില്ല. പോസിറ്റീവ് ടെർമിനലാണേലും നെഗറ്റീവ് ടെർമിനലാണേലും എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ഈക്വൽ ആയിരിക്കും. അതാണ് അവിടെ വരിക.
പക്ഷേ ഡി സിയിലാണെങ്കിൽ പോസിറ്റീവിൽ 66.66% ഹീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലിലായിരിക്കും 33 ബാക്കി വരുന്ന 33.33% ഓഫ് ദി ടോട്ടൽ ഹീറ്റ്. ഓക്കെ, ടോട്ടൽ ഹീറ്റ് എത്രയാണോ ജനറേറ്റ് ചെയ്യുന്നത് 100 ആണെങ്കിൽ 100ൻ്റെ 66.66 പോസിറ്റീവ് ടെർമിനലിലും അതിൻ്റെ 33.33% നെഗറ്റീവ് ടെർമിനലുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് പൊളാരിറ്റികൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒന്നാമത് സ്ട്രെയിറ്റ് പൊളാരിറ്റി, രണ്ടാമത്തത് റിവേഴ്സ് പൊളാരിറ്റി. ഓക്കെ, ഇനി സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്ന് പറയുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും എപ്പോഴും ഓർത്ത് വെക്കേണ്ടത് വർക്ക് പോസിറ്റീവ് ആയിരിക്കും സ്ട്രെയിറ്റ് പൊളാരിറ്റിക്ക്. അതൊന്ന് ആലോചിച്ച് വെച്ചോളൂ, വർക്ക് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് പൊളാരിറ്റി DCSP, DC കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്നാണ് നമ്മൾ പറയുക. ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റി, അതല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. ഓക്കെ, ഇലക്ട്രോഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് പൊളാരിറ്റി പഠിക്കാനായിട്ട് എന്താണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, വർക്ക് പോസിറ്റീവ് ആയിരിക്കും എന്തിന്, സ്ട്രെയിറ്റ് പൊളാരിറ്റിക്ക്. ഓക്കെ, വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോഡ് എന്താവും, നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് പീസ് ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ വൈൽ ഇലക്ട്രോഡ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ. യെസ്, അത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രെയിറ്റ് പൊളാരിറ്റി. നമ്മുടെ വർക്ക് പീസ് ഇപ്പോൾ ഇത് ഒന്നാമത്തെ ഫിഗറാണ്. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് പൊളാരിറ്റി വരുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്താണ്, ഇതാണ് നമ്മുടെ വെൽഡിംഗ് മെഷീൻ. അതിൻ്റെ പോസിറ്റീവ് സൈഡ്, ഇത് നെഗറ്റീവ് സൈഡ്. ഓക്കെ, ഈ പോസിറ്റീവ് ടെർമിനൽ നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നു, നമ്മുടെ വർക്ക് പീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് വർക്ക് ഈസ് പോസിറ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനൽ എവിടെ കണക്ട് ചെയ്യുക, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോഡിലാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോഡ് നെഗറ്റീവ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, DC കറണ്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റി ചോദിക്കുകയാണെങ്കിൽ വർക്ക് പീസിനെ നമ്മൾ എന്താണ് പോസിറ്റീവ് ടെർമിനലിലേക്കും അതുപോലെ തന്നെ ഇലക്ട്രോഡിനെ നമ്മൾ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്ന് പറയുന്നത്. അടുത്തത് റിവേഴ്സ് പൊളാരിറ്റി, DCRP. ഓക്കെ, ഡയറക്റ്റ് കറണ്ട് റിവേഴ്സ് പൊളാരിറ്റി DCRP, അതല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് DCEP എന്നും ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം വരിക, ഇവിടെ വർക്ക് പീസ് നമ്മൾ ഏതുമായിട്ട് കണക്ട് ചെയ്യും, നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇലക്ട്രോഡ് നമ്മൾ എന്താണ് പോസിറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യും. അപ്പോൾ നമുക്കിത് നമ്മുടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് മെറ്റീരിയലിൽ കൂടുതൽ ഹീറ്റ് വേണമെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് പൊളാരിറ്റി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിവേഴ്സ് പൊളാരിറ്റി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് തിൻ ഷീറ്റൊക്കെയാണ്. ഓക്കെ, തിൻ ഷീറ്റിലാകുമ്പോൾ നമുക്ക് ആ വർക്ക് പീസിൽ കൂടുതൽ നമുക്ക് ഹീറ്റ് വേണ്ട. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമ്മളെന്താണ്, നമ്മൾ ഈ ഒരു വർക്ക് പീസ് പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ കൂടുതൽ ഹീറ്റ് കിട്ടും, ആ ഷീറ്റ് മിക്കവാറും ഡാമേജ് ആയി പോകും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറവ് ഹീറ്റ് നമ്മുടെ ഷീറ്റിലേക്ക് എത്തിയാൽ മതിയെങ്കിൽ വർക്ക് പീസിലേക്ക് കുറവ് ഹീറ്റ് എത്തിയാൽ മതി എന്നുള്ള ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അവിടെ റിവേഴ്സ് പൊളാരിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ റിവേഴ്സ് പൊളാരിറ്റി. റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക, നമുക്ക് ഇതാണ് നമ്മുടെ വെൽഡിംഗ് മെഷീൻ. അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഇത്, നെഗറ്റീവ് ടെർമിനൽ ഇതാണ്. ഓക്കെ, പോസിറ്റീവ് ടെർമിനൽ എവിടെയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, പോസിറ്റീവ് ടെർമിനൽ നമ്മുടെ എവിടെയാണ്, നമ്മുടെ ഇലക്ട്രോഡിലേക്കും അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനൽ എവിടെയാണ്, നമ്മുടെ വർക്ക് പീസിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. ഈ കണക്ഷനെയാണ് നമ്മൾ റിവേഴ്സ്ഡ് പൊളാരിറ്റി എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഇലക്ട്രോഡ് പോസിറ്റീവ് പൊളാരിറ്റി. ഇവിടെ നോക്കി, ഇലക്ട്രോഡ് പോസിറ്റീവ് എന്ന് പറയാൻ കാര്യം എന്താ, ഇതാണ് നമ്മുടെ ഇലക്ട്രോഡ്, ഇതെവിടെ കണക്ട് ചെയ്തിരിക്കണം, അത് നമ്മുടെ പോസിറ്റീവ്, ഇലക്ട്രോഡ് പോസിറ്റീവിലേക്ക്. ഇനി അങ്ങനെ അത് ആ ഫിഗർ നമുക്ക് അങ്ങനെ വരക്കണമെന്നൊന്നുമില്ല, ഡയറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇലക്ട്രോഡ് ഇങ്ങനെ കാണിച്ചാലും മതി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇലക്ട്രോഡ് പോസിറ്റീവ് അല്ലെങ്കിൽ റിവേഴ്സ്ഡ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. നമുക്ക് ഇതിൻ്റെ വർക്ക് പീസ് എവിടെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ വർക്ക് പീസ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കണം, വർക്ക് പീസ് ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് AC വെൽഡിംഗ് മെഷീൻ. ഓക്കെ, നെഗറ്റീവ് ടെർമിനൽ ഓഫ് വെൽഡിംഗ് മെഷീൻ. അപ്പോൾ നമ്മുടെ വർക്ക് പീസ് നെഗറ്റീവ് ടെർമിനലുമായിട്ടും പോസിറ്റീവ് ടെർമിനലുമായിട്ട് നമ്മുടെ ഇലക്ട്രോഡും കണക്ട് ചെയ്യുന്ന ഈ ഒരു പൊളാരിറ്റിയാണ് നമ്മളെന്ന് പറയുന്നത് റിവേഴ്സ് പൊളാരിറ്റി, ഇല്ലെങ്കിൽ DC കറണ്ട് എന്നാണ് ഇലക്ട്രോഡ് പോസിറ്റീവ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു കേസ് വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പൊളാരിറ്റിയുടെ കേസ് ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ നമുക്കിതാ സ്ട്രെയിറ്റ് പൊളാരിറ്റി, ഇതാണ് നമ്മുടെ വർക്ക് പീസ്. ഈ ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വർക്ക് പീസാണ്. ഇതുപോലെ തന്നെ ഇത് നമ്മുടെ ഇലക്ട്രോഡാണ്.
ഓക്കെ, ഇതാണ് നമ്മുടെ ഡി സി സപ്ലൈ അല്ലെങ്കിൽ ഡി സി വെൽഡിംഗ് മെഷീൻ. അതിൻ്റെ പോസിറ്റീവ് ഇത്, നെഗറ്റീവ് ഇത്. ഓക്കെ, പോസിറ്റീവ് നമ്മൾ എവിടെയായിട്ട് കണക്ട് ചെയ്യണം? പോസിറ്റീവ് ടെർമിനൽ നമ്മൾ വർക്ക് പീസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ വന്നിട്ട് ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ കേസ് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ? നമ്മുടെ രണ്ടാമത്തെ കേസിൽ നമുക്ക് ഡി സി വെൽഡിംഗ് മെഷീൻ്റെ പോസിറ്റീവ് ഇത്, നെഗറ്റീവ് ഇത്. ഓക്കെ, പോസിറ്റീവ് നമ്മളെവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ വർക്ക് പീസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. വർക്ക് പീസ് അല്ല, നമ്മുടെ ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അവിടുത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനൽ നമ്മുടെ വർക്ക് പീസിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കണക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോൾ ഈ ഒരു പൊളാരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, നമ്മളിന്ന് പഠിച്ചതല്ല ഇതാണ്. എന്താണ് പൊളാരിറ്റിയുടെ കേസ് നമ്മൾ നോക്കുമ്പോൾ എ സി വെൽഡിംഗ് മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ പൊളാരിറ്റിയുടെ ഒരു കേസ് വരുന്നേയില്ല. നമുക്ക് പോസിറ്റീവ് ടെർമിനലിലെ വർക്ക് പീസിലേക്കോ അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനലിനെ നെഗറ്റീവ് നമ്മുടെ ഇലക്ട്രോഡിലേക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷേ ഡി സി യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പൊളാരിറ്റിയുടെ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡി സി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് ടെർമിനലിനെ വർക്ക് പീസിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രൈറ്റ് പൊളാരിറ്റി എന്നും, അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് ടെർമിനലിനെ നമ്മൾ നമ്മുടെ വർക്ക് പീസിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ റിവേഴ്സ് പൊളാരിറ്റി എന്നും പറയുന്നു. ഓക്കെ, അവിടെ ഇപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടോട്ടൽ ഹീറ്റിൻ്റെ 66.6% ഫോം ചെയ്യുന്നത് നമ്മുടെ പോസിറ്റീവ് ടെർമിനലിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ ഹീറ്റിൻ്റെ ബാക്കി വരുന്ന 33.33% ആ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ നെഗറ്റീവ് ടെർമിനലിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ വർക്ക് പീസ് മെറ്റീരിയലിൻ്റെ ആ ഒരു ബിഹേവിയറും അതിൻ്റെ റിക്വയർമെൻറ്റും അനുസരിച്ച് നമ്മൾ പൊളാരിറ്റി മാറ്റി കൊടുക്കും. നമ്മൾ കട്ടിയുള്ള പ്ലേറ്റ്സൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് പൊളാരിറ്റിയും, അതല്ലെങ്കിൽ നമ്മൾ തിൻ ഷീറ്റ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ റിവേഴ്സ് പൊളാരിറ്റിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സാധാരണ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്കിന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആർക്ക് വെൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ പൊളാരിറ്റിയും, അതുപോലെ തന്നെ ഡി സി വെൽഡിങ്ങിൻ്റെ കേസിലുള്ള പൊളാരിറ്റിയും, അതുപോലെ തന്നെ എന്താണ് ആർക്ക് ബ്ലോ എന്നുള്ളത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു.